ഒരു ഓവൻ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, പിന്നെ അതുകൂടാതെ എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിക്കേണ്ടത്, കറക്റ്റായിട്ട് ഈ ബേക്കിങ്ങും ഗ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതിനൊക്കെ എങ്ങനെയൊക്കെയാണ് ഒരു ഡീറ്റെയിൽ ഒരു ഡെമോ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിപ്പോൾ ഒരു ബേസിക് ഓവനാണ്. ബേസിക് ഓവനിൽ നമുക്ക് എല്ലാ ബേസിക് ആയാലും ഫുള്ളി ഇലക്ട്രോണിക് ടച്ച് കൺട്രോൾ വന്നാലും എല്ലാം ഓവൻ്റെ ഫങ്ഷനിങ് എല്ലാം ഒരേ തിയറി തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇങ്ങനത്തെ നോബുകളുടെ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മേളിൽ ഒരു ഗ്രില്ലിംഗ് കോയിൽ ഉണ്ടാവും. ഒരു ഓവൻ്റെ അകത്ത് വരുന്ന ഭാഗങ്ങളാണ്. ഇതിൻ്റെ അകത്ത് മേളിൽ ഒരു ഗ്രില്ലിംഗ് കോയിൽ ഉണ്ടാവും. ഗ്രില്ലിംഗ് കോയിലിൽ 2 ടൈപ്പ് ഗ്രില്ലിംഗ് ഉണ്ട്. ടർബോ കോയിലും ഉണ്ടാവും, നോർമൽ കോയിലും ഉണ്ടാവും. അത് ചില മോഡലിന് ഡിപ്പെൻഡ് ഓൺ മോഡൽ അനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരാം. ചിലപ്പോൾ സിംഗിൾ കോയിലായിരിക്കാം. ഇതിനകത്ത് ഇപ്പോൾ ഡബിൾ കോയിലുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ ഒരു കോയിലുണ്ടാവും ബേക്കിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഫാൻ കാണുന്നുണ്ടാവും നിങ്ങൾ, ഒരു റൊട്ടേഷൻ കറങ്ങാൻ, അതായത് ഇതിൻ്റെ ചൂട് മൊത്തം എല്ലായിടത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫാൻ ഉപയോഗിക്കുന്നത്. ഷവായി ചിക്കനൊക്കെ ചെയ്യാൻ പറ്റിയ കറങ്ങുന്ന രീതിയിലുള്ളൊരു കാര്യങ്ങളും കൂടി ഇതിനകത്തുണ്ട്. ഗ്രില്ലിങ് റൊട്ടേസറൊക്കെ ചെയ്യുന്നതിന് കാര്യം ഉണ്ടാവും. ഇത്രയുമാണ് ഇതിനകത്ത്. പിന്നെ ഒരു ഡിപ് ട്രേ ഉണ്ടാവും. ഇതിനകത്താണ് നമ്മൾ ഇതിൻ്റെ ഫുഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഓയിൽ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തേക്കാണ് കളക്ട് ചെയ്യുന്നത്. ബേക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് വേണമെങ്കിൽ ബേക്കിംഗ് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിന് മേളിൽ വെച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു ട്രേ ഉപയോഗിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വയർ മെഷ് ഉപയോഗിക്കുക. കേക്ക് ഉണ്ടാക്കുന്നവർ ഈ ഒരു വയർ മെഷ് ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഈവനായിട്ട് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ അതുകൂടാതെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഗ്രില്ലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ചിക്കനാണ് നമുക്ക് പൊരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ ഡിപ് ട്രേ നമ്മൾ താഴെ വെക്കണം. എന്നാലാണ് ഈ ചിക്കൻ്റെ അകത്തു നിന്നുള്ള ഓയിലും മസാല കണ്ടന്റ് എല്ലാം കൂടി ഈ ഡിപ് ട്രേയിൽ നമുക്ക് ശേഖരിക്കാൻ പറ്റുള്ളൂ. ഇതില്ലാതെ ഒരിക്കലും വെക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സർഫേസ് നല്ല ഹീറ്റായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് വന്ന് വീണ് കഴിയുമ്പോഴത്തേക്കും അവിടെ കറ പോലെ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിനകത്താണ് റൊട്ടേച്ചർ നമ്മൾ ചിക്കൻ കറക്കുന്ന കാര്യങ്ങളെല്ലാം കോർത്തിട്ട് നമുക്ക് ഈ ഒരു പാർട്ടാണ് ഇത് അതിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ചിക്കൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കാൻ പറ്റും ഷവായി അടിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം. അപ്പം കുറച്ച് ഹൈറ്റ് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഗ്രില്ലിംഗ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ സ്ലോട്ടുകളുണ്ട്. ഓരോ സ്ലോട്ടിൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫങ്ഷനിങ് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിൻ്റെ ഒരു ബട്ടണാണ്. ഇപ്പോൾ 50 മുതൽ 250 ഡിഗ്രി ടെമ്പറേച്ചർ വരെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞ ഒരു ടൈമർ ബട്ടണാണ്. ഇത് ഇതിൻ്റെ പ്രോഗ്രാം ബട്ടൺ. ഏതൊക്കെ പ്രോഗ്രാം ഏതൊക്കെ രീതിയിൽ നമുക്ക് വേണം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ബട്ടണാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു മിനിമം ഇപ്പോൾ ഒരു ബേക്കിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് നമ്മളൊരു പ്രീ ഹീറ്റിംഗ് ചെയ്യണം. പ്രീ ഹീറ്റിംഗ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നീട് നമ്മൾ വെക്കുന്ന കേക്ക് എന്താണോ അത് കൃത്യമായിട്ട് ബേക്കിംഗ് ആയിട്ട് കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പ്രീ ഹീറ്റിംഗ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു 100 ഡിഗ്രി ടെമ്പറേച്ചറോ എല്ലാം വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു പ്രീ ഹീറ്റിംഗ് ചെയ്യുക. ഒരു 15 മിനിറ്റ് ടൈം കൊടുക്കുക. ഒരു 100 ഡിഗ്രി ടെമ്പറേച്ചർ സെലക്ട് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മേളിലെ കോയിലോ താഴത്തെ കോയിലോ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല. നമുക്കൊന്ന് ഈ ഓവൻ്റെ ക്യാവിറ്റിയുടെ ഉള്ളിൽ നമുക്ക് ഹീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പ്രീ ഹീറ്റിംഗ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് കേക്ക് വെക്കാം. കേക്ക് വെക്കുന്നതിന് മുന്നേ നമ്മൾ ഇത് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് അത് ബേക്കിംഗ് ആയി കിട്ടാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് മുകളിലുള്ള കോയിലും താഴെയുള്ള കോയിലും നടുക്കൊരു ഫാൻ ഉണ്ടാവും. ഫാനുള്ള മോഡലാണെങ്കിൽ ആ ഫാനും കൂടി ഉള്ള ഫംഗ്ഷനാണ് ഇടുന്നതെങ്കിൽ കേക്ക് നടുക്ക് വെച്ച് കഴിയുമ്പോൾ മേളിൽ നിന്നും താഴത്തു നിന്ന് ഹീറ്റ് കിട്ടും. അതിനെ ഫുള്ള് റൊട്ടേറ്റ് ചെയ്ത് നല്ല ഈവനായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ടർബോ കോയിലുള്ള മോഡലും കൂടിയാണ് കേട്ടോ. ഇതിവിടെ കാണുന്ന ഫംഗ്ഷൻ. ഈ കാണുന്നത് മേളിൽ ഒരു വരയും താഴത്തൊരു വരയും ഒരു ഫാനുമാണ്. അതിനെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മേളിൽ നമ്മൾ ടർബോ കോയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സിംഗിൾ കോയിലേ വർക്ക് ചെയ്യുള്ളൂ. താഴത്തുള്ള ഒരു സിംഗിൾ കോയിലും നടുക്കുള്ള ഫാനും. അതാണ് ബേക്കിങ്ങിന് ഏറ്റവും ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഫംഗ്ഷൻ എന്നുള്ള ഇത്രയും ഭാഗത്താണ് നമ്മുടെ ഓവൻ്റെ എല്ലാ ഫംഗ്ഷനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ഒരു ഫസ്റ്റ് ഇൻഡിക്കേഷൻ വരുന്ന ലൈറ്റാണ്. ഇതിനകത്തൊരു ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഓൺ ആക്കാൻ വേണ്ടിയിട്ടാണ്. തൊട്ടടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഡീഫ്രോസ്റ്റിംഗ് ആണ്. ഡീഫ്രോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്തുള്ള ഒരു ഐസായിട്ടിരിക്കുന്ന ഒരു ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് അതിനൊരു ചെറിയൊരു രീതിയിൽ നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. സെക്കൻഡ് വരുന്നത് പ്രീ ഹീറ്റിംഗ് ആണ്. തൊട്ട് അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ലൈൻ ഉണ്ടാകും. ഒരു സിഗ്സാഗിൻ്റെ ഒരു പിക്ചർ ഉണ്ടാകും. അതിൻ്റെ തൊട്ട് താഴെ
റൊട്ടേസറിയുടെ പടം കൊടുത്തിട്ടുണ്ട്. റൊട്ടേസറി അതായത് ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കാണിച്ച ഒരു ചിക്കനൊക്കെ കോർക്കാൻ പറ്റിയ റൊട്ടേസറിയുടെ പടം കാണിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫാനും കൊടുത്തിട്ടുണ്ടാവും. അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കോയിലിനകത്ത് 2 കോയിലുണ്ടെന്ന് പറഞ്ഞില്ല, ആ 2 കോയിൽ ഒരേ സമയം വർക്ക് ചെയ്യും. ഈ റൊട്ടേസറി കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയും ആ ഫാനും അതേസമയം അതിൻ്റെ ഹീറ്റ് എല്ലായിടത്തേക്ക് എത്തിക്കും. അപ്പോൾ ഗ്രില്ലിങ്ങിന് കുറച്ചുകൂടി നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള കുക്കിംഗ് നടക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബാക്ക് സൈഡിൽ നിന്നുള്ള ഫാനും കൂടി വർക്ക് ചെയ്യുന്നത്. അതാണ് ആ ഒരു പ്രോഗ്രാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം അത് തന്നെ ഒരു വരയുണ്ടാവും, ഒരു സിക്സാഗ് ഉണ്ടാകും, ഒരു റൊട്ടേസറി മാത്രം ഉണ്ടാവും. അതിനകത്ത് ഫാൻ വർക്ക് ചെയ്യില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മറിച്ചും ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു പ്രോഗ്രാം അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ടർബോ കോയിലും റൊട്ടേസറി മാത്രമാണ്. അതായത് അതിനകത്ത് നോർമൽ കോയിലില്ല. അതായത് ഏറ്റവും ഹീറ്റ് കൂടിയ ഒരു കോയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, ഹീറ്റ് കുറഞ്ഞ കോയിൽ അതിനകത്ത് വർക്ക് ചെയ്യില്ല. പിന്നെ തൊട്ട് ഉള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബേക്കിങ്ങിൻ്റെ പ്രോഗ്രാമാണ്. ബേക്കിങ്ങിന് മേളിലത്തെ ഒരു ലൈൻ ഉണ്ടാവും, താഴത്തെ ഒരു ലൈൻ ഉണ്ടാവും, ഒരു ഫാനും ഉണ്ടാവും. അതിനർത്ഥം മേളിലത്തെ ഒരു നോർമൽ കോയിലും താഴത്തെ ഒരു നോർമൽ കോയിലും ഫാനും, അതാണ് നമ്മൾ ബേക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 3 പ്രോഗ്രാം ഉള്ളത് ഗ്രില്ലിങ്ങിൻ്റെ ആവശ്യത്തിന്, ഇത്രയും വരെ നമുക്ക് ഗ്രില്ലിങ്ങിന് ഉപയോഗിക്കാം. ഇത് നമുക്ക് ബേക്കിങ്ങിന് ഉപയോഗിക്കാൻ 3 പ്രോഗ്രാം നമുക്ക് ബേക്കിങ്ങിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഡിസൈൻ ചെയ്തേക്കണം. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് മേളിലൊരു വരയും താഴത്തെ ഒരു വരയും മാത്രമേ ഉണ്ടാവുള്ളൂ. നടുക്ക് ഫാനോ റൊട്ടേസറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ മേളിലും താഴത്തെ കോയിൽ മാത്രമേ ഹീറ്റ് ആവുള്ളൂ, വേറെ പ്രോഗ്രാം ഒന്നും അതിനകത്തില്ല. തൊട്ടടുത്ത പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ താഴെ മാത്രമുള്ള, അതായത് ബേക്കിംഗ്, മേളിൽ നിന്ന് കോയിൽ ഹീറ്റ് വരുന്നില്ല, താഴെ മാത്രം ബേക്കിങ്ങിന് വേണ്ടി മാത്രം. അതിലാണ് ഈ ഒരു 3 ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഓവൻ്റെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ടൈമർ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ആവശ്യാനുസരണം കൂട്ടാം. ഒരിക്കലും ഈ ഒരു ടൈമർ നമ്മൾ തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസിലേക്ക് ക്ലോക്ക് വൈസ് നമ്മൾ തിരിച്ചു വെക്കുന്നു, റൈറ്റിലേക്ക് തിരിച്ചു വെക്കുന്നു. നമ്മൾ മാനുവലി നമ്മൾ ലെഫ്റ്റിലേക്ക് ഒരിക്കലും കൊണ്ടുവരരുത്. ഈ ഒരു ടൈമറിൻ്റെ ഈ യൂണിറ്റ് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അത് തിരിഞ്ഞ് തന്നെ സാധാരണ സ്ഥിതിയിലേക്ക് വരണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. ടെമ്പറേച്ചർ നമുക്ക് കുഴപ്പമില്ല, നമുക്കത് പ്രശ്നമുള്ള കേസല്ല. ഏത് സമയത്ത് എത്ര വേണമെങ്കിലും നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും എന്ത് വേണം ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ടൈമർ മാത്രം, ഇതൊരു മെക്കാനിക്കൽ ടൈമറാണ്, ടൈമർ മാത്രം നമ്മൾ തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് വരുത്തരുത്. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്.